ജനപ്രിയ മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ഫീച്ചറുകളിലൊന്നായിരുന്നു യൂസർ നെയിം. എന്നാൽ ഈ ഫീച്ചർ ലഭ്യമാക്കുന്നത് തൽക്കാലം നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാർ വാട്സപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിക്കാനും അതിലൂടെ ഓൺലൈൻ നിയമലംഘനങ്ങൾ വർദ്ധിച്ചേക്കാനുമുള്ള സാധ്യത ചൂണ്ടിയാണ് IT മന്ത്രാലയം ബുധനാഴ്ച വാട്സപ്പിന് നോട്ടീസ് അയച്ചത്. വലിയ ചർച്ചയായതിനു പിന്നാലെ ഇതേ ഫീച്ചർ നിലവിലുള്ള ടെലിഗ്രാമിനും സിഗ്നലിനും കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിട്ടുണ്ട്. 3 ദിവസത്തിനകം വിഷയത്തിൽ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. എന്താണ് ഈ യൂസർ നെയിം ഫീച്ചർ? എന്തൊക്കെയാണ് ആശങ്കകൾ? പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഒരാളുമായി ചാറ്റ് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് അയാളുടെ ഫോൺ നമ്പർ നമ്മളുടെ കൈവശമുണ്ടായിരിക്കണം. എന്നാൽ പുതിയ ഫീച്ചർ അനുസരിച്ച് ഉപയോക്താക്കൾക്ക് തങ്ങളുടെ അക്കൗണ്ടിനായി ഒരു പ്രത്യേക യൂസർ നെയിം തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഫോൺ നമ്പർ കയ്യിലില്ലെങ്കിലും യൂസർ നെയിം അറിയാമെങ്കിൽ ചാറ്റ് ചെയ്യാമെന്നതാണ് പുതിയ ഫീച്ചറിൻ്റെ പ്രത്യേകത. ഫോൺ നമ്പറുകൾ പൂർണ്ണമായി സ്വകാര്യമായി വയ്ക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ടെലഗ്രാം, സിഗ്നൽ തുടങ്ങിയ ആപ്പുകളിൽ ഈ ഫീച്ചർ നേരത്തെ തന്നെ നിലവിലുണ്ട്. വാട്സപ്പും ഈ ഫീച്ചർ വലിയൊരു പ്രൈവസി അപ്ഡേറ്റായാണ് അവതരിപ്പിച്ചത്. എന്നാൽ IT വകുപ്പ് ആശങ്ക അറിയിച്ചതോടെ ഈ ഫീച്ചറിലെ സ്വകാര്യതയേക്കാൾ അതുവഴി ഉണ്ടാകാൻ പോകുന്ന സുരക്ഷാ വീഴ്ചകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഡിജിറ്റൽ അറസ്റ്റ്, ഫിഷിംഗ് പോലെയുള്ള സൈബർ തട്ടിപ്പുകൾ സമീപകാലത്ത് രാജ്യത്ത് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നതായാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. വാട്സപ്പിൻ്റെ പുതിയ യൂസർ നെയിം ഫീച്ചർ ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാകുമെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തികൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എന്നിവയുടെ പേരിനോട് സാമ്യമുള്ള വ്യാജ യൂസർ നെയിമുകൾ നിർമ്മിച്ച് തട്ടിപ്പുകാർക്ക് ആളുകളെ എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിഞ്ഞേക്കും. സാങ്കേതിക വിദ്യയെക്കുറിച്ച് വലിയ അറിവില്ലാത്ത സാധാരണക്കാർക്ക് യഥാർത്ഥ അക്കൗണ്ടും വ്യാജ അക്കൗണ്ടും തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. Paytm CEO വിജയ് ശേഖർ ശർമ്മയും മൊബിക്വിക്ക് CEO ബിപിൻ പ്രീത് സിംഗും അടക്കം ഇന്ത്യൻ ടെക് ലോകത്തെ പ്രമുഖരായ പലരും ഈ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. പല പ്രമുഖരുടെയും പേരുകളിലുള്ള യൂസർ നെയിം വേരിയേഷനുകൾ ഇതിനകം തന്നെ വ്യാജന്മാർ റിസർവ് ചെയ്ത് കഴിഞ്ഞുവെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ യൂസർ നെയിം ഫീച്ചറിന് ആവശ്യത്തിന് സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് വാട്സപ്പ് വ്യക്തമാക്കുന്നത്. സെലിബ്രിറ്റികൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പ്രമുഖ വ്യക്തികൾ, മെറ്റാ വെരിഫൈഡ് അക്കൗണ്ടുകൾ എന്നിവരുടെ പേരുകളിലുള്ള യൂസർ നെയിമുകളും അവയോട് സാമ്യമുള്ളവയും മറ്റാർക്കും ക്ലെയിം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മുൻകൂട്ടി തടഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് വാട്സപ്പ് പറയുന്നത്. ഒരാളെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ കൃത്യമായ യൂസർ നെയിമും അതോടൊപ്പം ഒരു പ്രത്യേക സുരക്ഷാ കീയും അറിഞ്ഞിരിക്കണം. അല്ലാതെ സാധാരണ രീതിയിൽ ആളുകളുടെ യൂസർ നെയിം തപ്പിയെടുക്കാനുള്ള ഡയറക്ടറിയോ നിർദ്ദേശങ്ങളോ വാട്സപ്പിലുണ്ടാകില്ല. ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരേ സമയം നിരവധി പുതിയ ആളുകളെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് നിയന്ത്രണമുണ്ടാകും. തുടർച്ചയായി യൂസർ നെയിം ഊഹിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അക്കൗണ്ടുകളെ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യും. മെസ്സേജ് അയക്കുന്ന വ്യക്തി മറ്റൊരു രാജ്യത്തെ നമ്പറിൽ നിന്നാണ് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ രാജ്യം ഏതാണെന്ന് വാട്സപ്പ് ചാറ്റിൽ കാണിച്ചു തരും. ഇതിന് പുറമെ മറ്റൊരാളായി ചമഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന യൂസർ നെയിമുകൾ കണ്ടെത്താനും അത്തരം അക്കൗണ്ടുകൾ പൂർണ്ണമായി നിരോധിക്കാനും തങ്ങൾക്ക് പ്രത്യേക സംവിധാനമുണ്ടെന്നും വാട്സപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ടെലിഗ്രാം, സിഗ്നൽ തുടങ്ങിയ പ്രചാരമുള്ള ആപ്പുകളിൽ മിക്കതിലും നിലവിലുള്ള യൂസർ നെയിം ഫീച്ചർ ഇപ്പോൾ വാട്സപ്പ് കൂടി അവതരിപ്പിച്ചതോടെയാണ് നടപടികളും വിവാദങ്ങളും ഉണ്ടാകുന്നത്. രാജ്യത്ത് വലിയ സ്വീകാര്യതയുള്ള ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് ആപ്പാണ് വാട്സപ്പ്. സാമ്പത്തിക ഇടപാടുകൾ മുതൽ ബാങ്ക് OTPകൾ വരെ വാട്സപ്പിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വാട്സപ്പിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാനിടയുള്ള ഈ ഫീച്ചർ വരുന്നതിനെ ആശങ്കയോടെ കാണുന്നതെന്നാണ് IT മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഉപയോക്താക്കളുടെ സ്വകാര്യതയും സാമ്പത്തിക സുരക്ഷയും ഉറപ്പുവരുത്തണമെന്ന് ആവശ്യമുയരുന്നത്. നിലവിൽ യൂസർ നെയിം ഫീച്ചർ പൊതുജനങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും തങ്ങളുടെ നിലവിലുള്ള യൂസർ നെയിമുകൾ വാട്സപ്പിലും റിസർവ് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ ബിസിനസ്സുകാർക്കും ക്രിയേറ്റർമാർക്കും നൽകിയിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ റിസ്ക് അസസ്മെൻറ്റ് പരിശോധനയിൽ വാട്സപ്പിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ തൃപ്തികരമല്ലെന്ന് കണ്ടാൽ ഈ ഫീച്ചറിൻ്റെ റോൾ ഔട്ട് ഇന്ത്യയിൽ പൂർണ്ണമായി നിരോധിച്ചേക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന.